നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ വരുന്നു. ഇതുവരെ നമ്മൾ പഠിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടേംസ്: ഓക്സിഡേഷൻ, റിഡക്ഷൻ, കാഥോഡ്, ആനോഡ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഇലക്ട്രോകെമിക്കൽ സീരീസ് മുതലായവയാണ് നമ്മൾ പഠിച്ച ഇമ്പോർട്ടൻ്റ് ടേംസ്. ഇലക്ട്രോകെമിക്കൽ സെൽസും ബാറ്ററീസുമാണ് നമ്മൾ രണ്ടാമതായിട്ട് പഠിച്ചത്. ഡാനിയൽ സെല്ലാണ് നമ്മൾ പ്രധാനമായിട്ടും കണ്ടത്. ബാറ്ററീസിന് നമ്മൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെല്ല്. പ്രൈമറി സെല്ല് റീചാർജ് ചെയ്യാൻ പറ്റാത്തത് സെക്കൻഡറി സെല്ല് റീചാർജ് ചെയ്യാൻ പറ്റുന്നത്. പ്രൈമറി സെല്ലിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ ലക്ലാൻഡിയൽ സെൽ അഥവാ ഡ്രൈ സെല്ല് നമ്മൾ കണ്ടു. സെക്കൻഡറി സെല്ലിൻ്റെ എക്സാമ്പിളായിട്ട് ലെഡ് ആസിഡ് ബാറ്ററിയാണ് കണ്ടത്. ഫ്യുവൽ സെൽസ് അവിടെ നമ്മൾ പിന്നീട് നമ്മൾ പ്രധാനമായും കണ്ടത് ഫ്യുവൽ സെൽസ് ആയിരുന്നു. കണ്ടക്റ്റൻസ് ഓഫ് ഇലക്ട്രോണിക് സൊല്യൂഷനാണ് പിന്നീട് കണ്ടത്. നമ്മൾ മൊളാർ കണ്ടക്റ്റൻസും ഈക്വലൻ്റ് കണ്ടക്റ്റൻസും. നമ്മൾ ഓംസിൽ 2 തരത്തിലാണ് നമ്മൾ കണ്ടക്ടേഴ്സിന് തരംതിരിച്ചത്: ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ്, മെറ്റാലിക് കണ്ടക്ടേഴ്സ്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിലെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു. അയോൺസിൻ്റെ പാസേജ് കൊണ്ടാണ് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നത്. ശരി, ഇനി അത് ഓംസിലോ രണ്ടും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സൊല്യൂഷൻസിൻ്റെ കേസിൽ ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ അവിടെ കണ്ടത് ഇങ്ങനെയാണ്: കണ്ടക്ടിവിറ്റി സമം കണ്ടക്റ്റൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റ്. ഉടനെ ഒരു കണ്ടക്ടിവിറ്റി സെല്ല് കൊണ്ടുവന്നു, അതിൻ്റെ L/A സെൽ കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിൽ സൊല്യൂഷൻ എടുത്തിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്ത് അതിൻ്റെ റിവേഴ്സ് കണ്ടക്റ്റൻസ് നമ്മൾ നോക്കി. K = കണ്ടക്റ്റൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റ്. K നമ്മൾ കിട്ടി. പക്ഷേ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോൺസെൻട്രേഷന് കൂടെ അവതരിപ്പിച്ചതിന് ശേഷം ലാംഡ മോൾ, മൊളാരിറ്റിയിലാണ് സൊല്യൂഷൻ എടുത്തത് എന്നുണ്ടെങ്കിൽ ലാംഡ മോൾ λm സമം K × 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. നോർമാലിറ്റിയിലാണ് സൊല്യൂഷൻ എടുത്തതെങ്കിൽ ലാംഡ EQ സമം K × 1000 ഡിവൈഡഡ് ബൈ നോർമാലിറ്റി. ഇനി അത് കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം പിന്നീട് അവിടെ നമ്മൾ കണ്ടത് വേരിയേഷൻ ഓഫ് മൊളാർ ഓർ ഈക്വലൻ്റ് കണ്ടക്റ്റൻസ് വിത്ത് കോൺസെൻട്രേഷൻ. നമുക്കറിയാവുന്ന അവിടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമുള്ളത്, ആ വേരിയേഷൻ പഠിച്ചപ്പോൾ 2 തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സിനെ നമ്മൾ കണ്ടു: സ്ട്രോങ്ങും വീക്കും. സ്ട്രോങ് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നത്, വീക്ക് പാർഷ്യലി അയണൈസ് ചെയ്യുന്നത്. സ്ട്രോങ്ങിന് സാധാരണയായിട്ട് കണ്ടക്റ്റൻസ് വാല്യൂ വളരെ കൂടുതലാണ്, വീക്കിന് വളരെ കുറവാണ്. പക്ഷേ രണ്ടും ഡൈലൂഷൻ കൂടുമ്പോൾ, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഒരു മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നു. ആ മാക്സിമം വാല്യൂവിനെ നമ്മൾ പറയുന്നു ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് എന്ന് നമ്മൾ പേര് വിളിക്കുന്നു. ഇനി അവയുടെ രീതി അനുസരിച്ച്, അതായത് അവ 2 രീതിയിൽ 2 തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലെ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അയണിക് മൊബിലിറ്റി കൂടി, വീക്ക് ഇലക്ട്രോലൈറ്റിലെ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടി. ഇനി സാധാരണഗതിയിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ λ0 വാല്യൂ കണ്ടെത്താൻ വലിയ വിഷമല്ല. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റിൽ അത് കണ്ടെത്താൻ പറ്റില്ല. അതിന് മറ്റേതെങ്കിലും മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം. ഇനി അവിടെ കൊളറാഴ്സ് ലോ നമ്മൾ കൊണ്ടുവന്നു. കൊളറാഴ്സ് ലോയിൽ നമ്മൾ കണ്ട കാര്യം എന്താണ്? ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ λ0 ഓഫ് NaCl സമം λ0 ഓഫ് Na പോസിറ്റീവ് പ്ലസ് λ0 ഓഫ് Cl നെഗറ്റീവ്. ഏത് ഇലക്ട്രോലൈറ്റിൻ്റെ λ0 വയ്ക്കണമെങ്കിലും അതതിൻ്റെ അയോൺസിൻ്റെ λ0 വാല്യൂസ് കൂട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ അപ്ലിക്കേഷൻസ് ആയിട്ട് 3 കൊളറാഴ്സ് ലോൻ്റെ ആപ്ലിക്കേഷൻ 3 കണ്ടു. ഒന്ന്, കാൽക്കുലേഷൻ ഓഫ് molar conductance at infinite dilution or limiting molar conductance of weak electrolyte. അതിന് ഒരു സൂത്രപ്പണി നമ്മൾ കണ്ടു. ആൽഫ കണ്ടെത്താൻ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടെത്താൻ രണ്ടാമത്തെ ഒരു വഴി പറഞ്ഞു തന്നു. ഇത് രണ്ടാമത്തെ അപ്ലിക്കേഷൻ. KA കണ്ടെത്താൻ, ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടെത്താനുള്ള വഴി. ഇത്രയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ 3ാമത്തെ പാർട്ട് അവസാനിച്ചു. ഇനി 4ാമത്തെ പാർട്ട്. അവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റിക് സെൽസ് ആൻഡ് ഇലക്ട്രോലൈസിസ് ഒപ്പം കൊറോഷനുമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ഇലക്ട്രോലൈസിസിനെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് അവിടെ പഠിക്കുന്നത്. ഇലക്ട്രോലൈറ്റിക് സെൽസ് ആൻഡ് ഇലക്ട്രോലൈസിസ് ആൻഡ് കൊറോഷൻ. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്: ഇലക്ട്രോലൈറ്റിക് സെൽ ആൻഡ് ഇലക്ട്രോലൈസിസ്. അവിടെ ഫാരഡേയ്സ് ലോ ആണ് നമ്മൾ കാണുന്നത്. ഇലക്ട്രോലൈസിസ് ഓഫ് മോൾട്ടൻ NaCl ഉണ്ട്, ഇലക്ട്രോലൈസിസ് ഓഫ് അക്വസ് NaCl ഉണ്ട്. കൊറോഷൻ ഉണ്ട്. അവിടെ നമ്മൾ കാണുന്നത് മെത്തേഡ് ടു പ്രിവെൻറ്റ് കൊറോഷൻ. ഇലക്ട്രോലൈറ്റിക് സെൽ എന്താണിവ? ഇൻ ഇലക്ട്രോലൈറ്റിക് സെൽ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ഇതുവരെ വന്നതിന് അധികവും നമ്മൾ കണ്ടത് നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സെൽസിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത് ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഒരു കെമിക്കൽ ചേഞ്ച്, കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നതാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമ്മൾ കാണുന്നത്.
ഈ പ്രോസസ്സിന് ദ ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റിനുണ്ടാകുന്ന ഡിസോസിയേഷനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ഇലക്ട്രോലൈസിസ്. ഇതിനെ പ്രധാനമായിട്ടും ഇത് കാര്യമായിട്ട് പഠിച്ച ഒരാളാണ് മൈക്കൽ ഫാരഡെ. അദ്ദേഹത്തിൻ്റെ 2 ലോസിൽ ഈ കാര്യം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലോ എങ്ങനെയാണ് പറയുന്നത്? ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഡ്യൂറിങ് ദ ഇലക്ട്രോലൈസിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ലോ. ദ ക്വാണ്ടിറ്റി ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്. അതായത് ഇലക്ട്രിസിറ്റി കൂടുതൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഇലക്ട്രിസിറ്റി കുറവ് പോയി കഴിഞ്ഞാലോ കുറവ് സബ്സ്റ്റൻസ് ആണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ സമയത്ത് കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്ന ആളുകൾ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കില്ല. കാരണം എന്താ? കൂടുതൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്യപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറവ് ഇലക്ട്രിസിറ്റി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് മൈക്കൽ ഫാരഡേയുടെ കണ്ടെത്തലാണ്. അദ്ദേഹം പറയണു എം പ്രൊപ്പോർഷണൽ ടു ക്യൂ. വാട്ട് ഈസ് എം? എം ഈസ് ദ മാസ്, ക്യൂ ഈസ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ഈ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ മാറ്റി എഴുതും. അതിന് മുമ്പ് എം ഇസ് ഈക്വൽ ടു സെഡ് ക്യൂ. സെഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്, ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് എന്ന് നമ്മൾ പിന്നീട് അത് പഠിക്കും. ഇനി ക്യൂ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ടി, ഐ ആംപിയർ ഓഫ് കറണ്ട്, ടി ടൈം സെക്കൻഡ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം ഇസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു ഐ ഇൻറ്റു ടി. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഇനി ഫാരഡേയുടെ സെക്കൻഡ് ലോ പറയുന്നത് ഈ ബൈ മുകളിലേക്ക് കയറി പോയിന്റ് ഇട്ടാൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: ഇഫ് സെയിം ചാർജ് ഈസ് പാസ്ഡ് ത്രൂ ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ് ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദയർ ഈക്വലൻ്റ് വെയ്റ്റ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമുള്ളത്, ഒരേ കറണ്ട് നമ്മൾ പല സൊല്യൂഷനിലൂടെ കടത്തിവിട്ടാലും വ്യത്യാസമായി അതിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കാരണം ഓരോന്നിനും അതിൻ്റെ ഈക്വലൻ്റ് മാസ് വ്യത്യാസമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പ് അദ്ദേഹത്തിന് കിട്ടി: മാസ് ഓഫ് എ ഡിപ്പോസിറ്റഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബി ഡിപ്പോസിറ്റഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഈക്വലൻ്റ് മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഈക്വലൻ്റ് മാസ് ഓഫ് ബി. പ്രോബ്ലംസൊക്കെ ചോദിക്കാറുണ്ട്, അത് ടെക്സ്റ്റ് ബുക്കിൽ ആ പ്രോബ്ലംസ് ഉണ്ട്, നോക്കുക. ഇനി പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളൈസിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ, പ്രധാനമായി 2 കാര്യങ്ങളെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, രണ്ടാമത്തെ കാര്യമുള്ളത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഓഫ് ഓക്സിജൻ ആൻഡ് റെഡ്യൂസിങ് സ്പീഷീസ്. ഈ 2 കാര്യമാണ് എന്താണ് പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ളത് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിൾ കാണുമ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് മോൾട്ടൺ സോഡിയം ക്ലോറൈഡാണ് നിങ്ങൾ ഇലക്ട്രോലൈസിസ് നടത്തണം എന്നുണ്ടെങ്കിൽ Na പോസിറ്റീവ് ഉള്ള ആളുണ്ടായിരിക്കും, Cl നെഗറ്റീവ് ഉള്ള ആളുണ്ടായിരിക്കും. ഇവർ മാത്രമായിരിക്കും ഇലക്ട്രോലൈറ്റ് ആയിട്ട് അവിടെ ഉള്ളത്. അതുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള Na പോസിറ്റീവ്, നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുകയും അവിടെ റിഡക്ഷൻ സംഭവിച്ച് ഈ സോഡിയം മെറ്റലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ നെഗറ്റീവ് ചാർജുള്ള ആൾ Cl നെഗറ്റീവ് അയോൺ ആനോഡിലേക്ക് പോവുകയും അവിടെ വെച്ച് ഓക്സിഡേഷൻ സംഭവിച്ച് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് ക്ലോറിൻ ഗ്യാസായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോഡിയം മെറ്റലും ക്ലോറിൻ ഗ്യാസുമാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ അക്വസ് NaOH, അതായത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന NaOH ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഓടി വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടും. പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ഓടി വരുന്നവരെ ക്ലോറിൻ ഓടി വരും, പിന്നെ ആരും ഓടി വരിക? OH നെഗറ്റീവുകാരൻ ഓടി വരും. അപ്പോൾ ഈ 3 പേര് ഓടി വരുന്നതിൽ ക്ലോറൈഡ് അയോണും OH നെഗറ്റീവ് അയോണും, ഈ OH നെഗറ്റീവ് അയോൺ ഉണ്ടായത് വാട്ടറിൽ നിന്നാണ്, ഓടി വരുന്നതിൽ ആരായിരിക്കും പെട്ടെന്ന് ഓക്സിഡേഷൻ സംഭവിക്കുക? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള ആളായിരിക്കും അവിടെ വെച്ച് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അത് നോക്കുമ്പോൾ ക്ലോറിനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? ക്ലോറിൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ കാഥോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും അവിടെ ആദ്യം റിഡക്ഷൻ സംഭവിക്കുക? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആൾ, ഹൈഡ്രജൻ ഉണ്ട് അവിടെ. പിന്നെ ആരാ വരിക? പിന്നെ വരുന്നത് സോഡിയമാണ്. ഇവരെല്ലാവരും ഓടി വന്നാൽ ഹൈഡ്രജനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്. അതുകൊണ്ട് അവ എന്ത് സംഭവിക്കും? സോഡിയത്തിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വളരെ 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 കുറവാണ്. അതുകൊണ്ട് ഹൈഡ്രജൻ ഇവിടെ റിഡക്ഷൻ സംഭവിക്കുകയും ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുകയും ചെയ്യും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ തീരുമാനിക്കപ്പെടുന്നത്? ഇൻഡിവിജ്വൽ ആളുകളുടെ
റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽസ് ആണ് ഇത് തീരുമാനിക്കുന്നത്, ഏത് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളത്. നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റും ഒപ്പം തന്നെ അവയുടെ റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽസുമാണ് അത് തീരുമാനിക്കുന്നത്. എന്താണ് കൊറോഷൻ? അടുത്ത ഭാഗമുള്ളത് അറ്റ്മോസ്ഫിയറിക് ഗ്യാസിൻ്റെ പ്രവർത്തനത്താൽ മെറ്റൽ സർഫസിന് ഒരു ഡീഗ്രഡേഷൻ സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് കൊറോഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് or other compound of metal on its surface by the action of air, water vapor, carbon dioxide. Some common examples നമുക്കിവിടെ പറയാം: the rusting of iron, tarnishing of silver കറക്കും, formation of green coating of copper and ബ്രോൺസും കോപ്പറും ഒക്കെ ഗ്രീൻ കോട്ടിങ് അതിൻ്റെ മുകളിലുണ്ടാവും. ഇത് കൊറോഷൻ കൊണ്ടാണ്. ഇനി കൊറോഷൻ എങ്ങനെ നമ്മുടെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും? സാധാരണഗതിയിൽ അയൺ റസ്റ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മുടെ നോട്ടിലും ടെക്സ്റ്റ് ബുക്കിലും അതുണ്ട്, അത് നോക്കണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമുള്ളത് മെത്തേഡ് ടു പ്രിവെൻറ്റ് കൊറോഷൻ. ഒന്ന്, ഗാൽവനൈസേഷൻ. നമ്മൾ ചെയ്യുന്ന പരിപാടി ഗാൽവനൈസ്ഡ് പൈപ്പുകൾ, GI പൈപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് സിങ്ക് കോട്ടിങ് കൊടുക്കും. അപ്പോൾ സിങ്കിനെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആരേക്കാൾ കുറവാണുള്ളത്? നമ്മുടെ അയണിനേക്കാൾ കുറവാണുള്ളത്. അതുകൊണ്ട് സിങ്ക് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്ത് പോകും. അതുകൊണ്ട് അയൺ പൈപ്പ് സിങ്ക് ഉപയോഗിച്ച് ഗാൽവനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബാരിയർ പ്രൊട്ടക്ഷൻ, ചില പെയിൻറ്റ് തേക്കുക, വാർണിഷ് അടിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ്റെ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ ബാരിയർ പ്രൊട്ടക്ഷൻ, അതായത് അറ്റ്മോസ്ഫിയറുമായിട്ട് അവന് യാതൊരു വിധത്തിലുള്ള കണക്ഷൻ ഉണ്ടാവില്ല. കാഥോഡിക് പ്രൊട്ടക്ഷൻ. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇതാണ്: ഒരു മെറ്റൽ സർഫസിനെ ഏതെങ്കിലും ഒരു ആനോഡ് കൊണ്ടുവന്ന് വയ്ക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല വിലയുള്ള കാറുകളുടെ ടയറിൻ്റെ റിമ്മിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ കപ്പാസിറ്റിയുള്ള ഒരു മെറ്റൽ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അവിടെ ആരാണ് ഓക്സിഡേഷൻ നടത്തുക? അയണല്ല ഓക്സിഡേഷൻ നടത്തുക. നമ്മളീ കൊണ്ടുവന്ന് വെച്ച ക്യാപ്സ്യൂൾ പോലത്തെ സാധനം ഓക്സിഡൈസ് ചെയ്യും. അത് ഓക്സിഡൈസ് ചെയ്ത് പോവും. നമ്മുടെ മെറ്റൽ ഓക്സിഡൈസ് ചെയ്യാതെ കാത്തിരിക്കും. അപ്പോൾ ഇതിനെ, അതായത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആളെ നമ്മൾ എന്ത് ചെയ്യണം? കാഥോഡാക്കി മാറ്റുക. അടുത്തത് അയൺ പൈപ്പൊക്കെ ഭൂമിയുടെ അടിയിൽ കൂടെ പോകുന്ന സമയത്ത് അതിൽ നിന്നൊരു കണക്ഷൻ മുകളിലേക്ക് കൊടുക്കും. എന്നിട്ട് ചില മഗ്നീഷ്യം സിങ്ക് ബ്ലോക്കൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ മഗ്നീഷ്യം സിങ്ക് ബ്ലോക്കുകൾ അവർ തീർന്നു പോകും. അപ്പോൾ പകരം വേറെ ആളെ കൊണ്ടുവന്ന് വയ്ക്കും. ഇതിനെ നമ്മൾ പേര് വിളിക്കുന്നു സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പേര് വിളിക്കണം. ഏകദേശം ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ 4ാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി നോക്കാം. എന്തൊക്കെയാണ് നമ്മളവിടെ കണ്ടെത്തിയ കാര്യങ്ങളുള്ളത്? ഇവിടെ നമ്മൾ കണ്ടെത്തിയ കാര്യമുള്ളത് ഇലക്ട്രോലൈസിസ് ആണ് പ്രധാനമായിട്ടും. എന്താണ് ഇലക്ട്രോലൈസിസ്? ഒരു കെമിക്കൽ ചേഞ്ച് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇതിനെയാണ് ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. അത് നടത്തുന്ന ഡിവൈസസിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ഇലക്ട്രോലൈറ്റിക് സെല്ല്. അതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ച് അവതരിപ്പിക്കപ്പെടുന്ന 2 ലോസാണ്. ഒന്ന് ഫാരഡേസ് ഫസ്റ്റ് ലോ, ഫാരഡേസ് സെക്കൻഡ് ലോ. ഫാരഡേസ് ഫസ്റ്റ് ലോയിൽ എന്താ പറയുന്നത്? എ മാസ് deposited which is directly proportional to quantity of electricity passed, M is equal to Z into I into T, where Z is a constant electrochemical equivalent, I ampere of current, T സമയം, അതായത് സർക്യൂട്ടിൽ കറണ്ട് കടന്നുപോയ സമയം, അത് സെക്കൻഡിൽ എടുക്കണം. M is equal to Z into I into T. രണ്ടാമത്തെ ലോ പറയുന്നത് same quantity of current passes through a different solution. The amount of substance deposited which is directly proportional to its own equivalent mass. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രോലൈസിസിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുന്നു. ഇലക്ട്രോലൈസിസിൽ കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? 2 കാര്യത്തെ ഇത് ബാധിക്കുന്നു. ഒന്ന്, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. രണ്ടാമത്തെ കാര്യം, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ഓഫ് അയോൺ. നമ്മൾ മോൾട്ടൺ NaCl ഇലക്ട്രോലൈസിസ് നടത്തി കഴിഞ്ഞപ്പോൾ സോഡിയം മെറ്റലും ക്ലോറിൻ ഗ്യാസും പുറത്തേക്ക് വന്നു. അക്വസ് NaCl നമ്മൾ ഇലക്ട്രോലൈസിസ് നടത്തി കഴിഞ്ഞപ്പോൾ ഹൈഡ്രജൻ ഗ്യാസും ക്ലോറിൻ ഗ്യാസുമാണ് പുറത്തേക്ക് വന്നത്. ഇലക്ട്രോലൈറ്റ് NaOH ആയിട്ട് മാറി. കൊറോഷനാണ് പിന്നീടുള്ള നമ്മുടെ ടോപ്പിക്ക്. കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രക്റ്റീവ് റിയാക്ഷൻ, അതായത് ഒരു ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ ഡ്യൂ ടു ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ ഓൺ മെറ്റൽ സർഫസ്.
ഈ മെറ്റൽസിനെ കൊറോഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായും 4 മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നു. കാൽവനൈസേഷൻ, ബാരിയർ പ്രൊട്ടക്ഷൻ, കാഥോഡിക് പ്രൊട്ടക്ഷൻ ആൻഡ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. യെസ്, that is all about electrochemistry, the 3rd chapter. All the best.